ഹായ് ചങ്കളെ, നമസ്കാരം. നരൻ പുലാപ്പറ്റയാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. എല്ലാവർക്കും സന്തോഷവും സമാധാനമുള്ള ജീവിതം ആശംസിക്കുന്നു. അതിനായി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഇഷ്ടദൈവം മഹാദേവനും അയ്യപ്പനും ഒക്കെയാണ്, വേട്ടക്കാരനൊക്കെയാണ്. എന്നാൽ എല്ലാ ദൈവങ്ങളെയും എനിക്കിഷ്ടമാണ്. മുരുകനെയും കൃഷ്ണനെയും അതുപോലെ ഗുരുവായൂരപ്പനെയൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എല്ലാ ദൈവങ്ങളിലും സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ്. എല്ലാവരിൽ നിന്നും അനുഗ്രഹം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. എല്ലാവരെയും ഞാൻ മനസ്സിൽ ധ്യാനിക്കാറുണ്ട്, നമസ്കരിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഇന്ന് വൃശ്ചികം 1 മണ്ഡലകാല മാസാരംഭത്തിൻ്റെ ദിനമാണെന്ന്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ശരണം വിളികൾ കൊണ്ട് നമ്മുടെ വഴികളെല്ലാം നല്ല ഒരു ദൈവികത നിറഞ്ഞ് നിൽക്കും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. പഴയകാലമല്ല, ഇന്ന് പോകുന്നതിന് മലയ്ക്ക് പോകുന്നതിൻ്റെ തലേ ദിവസം മാലയിടുന്ന ആളുകളാണ്. അതല്ലെങ്കിൽ മലയ്ക്ക് പോകുന്ന ദിവസം തന്നെ മാലയിടുന്ന ആളുകളാണ്. കാരണം പഴയ പോലെ മാലയിട്ട് ഒരുപാട് ദിവസം 41 നോൽമ്പൊക്കെ കൃത്യമായിട്ട് എടുത്ത് പോകാൻ പറ്റുന്ന ഒരു കാലഘട്ടമല്ല ഇത്. അന്നൊക്കെ കൂട്ടുകുടുംബങ്ങളായതുകൊണ്ട് അതിന് സാധിക്കുമായിരുന്നു. ഇന്നിപ്പോൾ അണുകുടുംബമായതുകൊണ്ട് ആ വീട്ടിലെ ഒരംഗം അല്ലെങ്കിൽ ആ കുടുംബനാഥൻ മാലയിട്ട് കഴിഞ്ഞാൽ അവർക്ക് ആ വീട്ടിൽ നിന്ന് മാറിയിരിക്കാനൊന്നും പറ്റുന്നൊരവസ്ഥയില്ല. പണ്ടങ്ങനെയല്ല, ഒരാളില്ലെങ്കിലും മറ്റുള്ള ആളുകൾ അത് കുടുംബം നന്നായി നോക്കുന്നൊരു സമയമുണ്ടായിരുന്നു. ആ മാലയിട്ട ആളുകൾക്ക് വേണ്ടി, വ്രതം അനുഷ്ഠിക്കുന്ന ആളുകൾക്ക് വേണ്ടി ആ വീട്ടിലെ മറ്റുള്ളവർ കൂടി ആ 41 ദിവസവും വളരെ വൃത്തിയായും വെടുപ്പായും ആത്മാർത്ഥമായിട്ടും സത്യസന്ധമായിട്ടും ഭക്തിപൂർവം വ്രതം അനുഷ്ഠിച്ച കാലഘട്ടമുണ്ട്. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞാനത് അനുഭവിച്ചിട്ടുള്ളൊരു കാര്യങ്ങളാണ്. കുട്ടിക്കാലത്തൊക്കെ തൊട്ടയൽപ്പക്കങ്ങളിലൊക്കെ മാറിയിടുന്ന ആളുകളോട് കൂടെ ഒപ്പം 2 മണിക്ക്, പുലർച്ചെ 2 മണി, 3 മണി, 4 മണിക്ക് സമയമൊന്നും അറിയില്ല. അന്ന് വാച്ചുകളും കാര്യങ്ങളൊന്നുമില്ല കാര്യമായിട്ട്. അപ്പോൾ ഈ സ്വാമിമാർക്കൊരു പെട്ടെന്നൊരു ഉൾവിളി പോലെ അവർ എണീക്കും. ചിലപ്പോൾ 2 മണിക്കാവാം, ചിലപ്പോൾ 1 മണിക്കാവാം, 12 മണിക്കാവാം, ചിലപ്പോൾ 3 മണിക്കാവാം, 4 മണിക്കാവാം. എന്തായാലും വൈകില്ല, 5 മണിക്ക് ശേഷം എന്തായാലും ആവില്ല. അതിന് മുന്നേ എന്തായാലും ഉണർന്നിട്ടുണ്ടാവും. എന്നിട്ട് അയൽപ്പക്കത്തിലുള്ളവരൊക്കെ ആ എണീറ്റ ആൾ, ആ സ്വാമി നന്നായിട്ട് ശരണങ്ങൾ വിളിക്കുമ്പോൾ ആ ശരണം വിളി എല്ലായിടത്തോടും മുഴങ്ങും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ പോകാൻ തയ്യാറായ കുട്ടികളും മറ്റുള്ള ആളുകളും പിന്നെ മറ്റു സ്വാമികളും ഒക്കെ തയ്യാറായിട്ടുണ്ടാവും. വലിയ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു, വലിയ രസമായിരുന്നു അത്. അങ്ങനെ അപ്പോൾ ഒന്നും സമയം അറിയില്ല. എന്തായാലും അവരെല്ലാവരും ശരണം വിളിച്ച് പോകും. ഈ ശരണം വിളി ഏറ്റവും വലിയ രസമുള്ളൊരു കാര്യമാണ്. അതായത് നമ്മുടെ ഭക്തിയിലപ്പുറം, അതായത് ഒരാൾ ശരണം വിളിച്ച് തുടങ്ങി ഒരു അരമണിക്കൂറൊക്കെ ശരണം വിളിക്കുന്ന ആളുകളുണ്ട്, നിർത്താതെ. അവർ വിട്ടുകൊടുക്കില്ല. അയാളൊന്ന് നിർത്തിയിട്ട് വേണം, ആ സ്വാമി ഒന്ന് നിർത്തിയിട്ട് വേണം, അല്ലെങ്കിൽ ആ ശരണം വിളിക്കുന്ന ആൾ നിർത്തിയിട്ട് വേണം അടുത്ത ആൾക്ക് ശരണം വിളിക്കാൻ എന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി ഇങ്ങനെ എന്താ പറയുക, വിമ്മിഷ്ടപ്പെട്ട് അതിനുവേണ്ടി ഇങ്ങനെ വല്ലാതെ എന്താ പറയുക, അതിനുവേണ്ടി തയ്യാറായി നിൽക്കുന്ന മറ്റാളുകൾ. ഇദ്ദേഹം ഒന്ന് നിർത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് അടുത്ത ആൾ തുടങ്ങുകയാണ്. ഞാനൊക്കെ ഒരുപാട് ശരണം വിളിച്ച ഒരാളാണ്. എനിക്കത് ഭയങ്കര വല്ലാത്തൊരു എനർജിയാണ് ശരണം വിളിക്കാൻ. എനിക്ക് തോന്നുന്നു മറ്റെല്ലാ ദൈവങ്ങളെയും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, വിളിക്കാറുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ ശരണം വിളിയുടെ അത്ര ഒരു നാമങ്ങൾക്കും ഒരു മന്ത്രങ്ങൾക്കും ഒരു ശക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു പോസിറ്റീവ് എനർജി ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. മറ്റുള്ള മന്ത്രങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, അമ്പലങ്ങളിൽ നിന്നൊക്കെ കേൾക്കാറുണ്ട്. അതിൻ്റെ ഒക്കെ ഒപ്പം നിൽക്കും, മനസ്സ് വളരെ ശാന്തമായിട്ടും ഭക്തിപൂർണമായിട്ടും നിൽക്കും. പക്ഷെ നമുക്കൊരു എനർജി ഉണ്ടാക്കുന്നത് എപ്പോഴും ശരണം വിളിയാണ്. അതെന്താണ് അതിൻ്റെ മായാജാലം എന്നും ഇന്ന് വരെ എനിക്കറിയില്ല. എൻ്റെയൊക്കെ ചെറുപ്പകാലം ശരണം വിളികൾക്ക് വേണ്ടി മാത്രം ഉറക്കമൊഴിച്ച ദിവസങ്ങളുണ്ട്, ഉണർന്ന സമയങ്ങളുണ്ട്. അതിനു വേണ്ടി മാത്രം രാവിലെ തണുത്ത് കിടക്കുന്ന ഒരു പ്രകൃതി, മഞ്ഞും കുളിരും ഒക്കെ കയറ്റി, എന്നിട്ടും അതികഠിനമായ തണുപ്പിലും ആ പുഴയിലെ വെള്ളത്തിലേക്ക് ഇറങ്ങി മുങ്ങി പൊങ്ങുമ്പോൾ അതിൻ്റെ കിട്ടുന്ന ഒരു വല്ലാത്തൊരു കിട്ടുകിട്ടാന്ന് വിറയ്ക്കുന്നുണ്ടാവും. പക്ഷെ ആ വിറ വീണ്ടും ഒരു ശരണം വിളിയിൽ നമ്മൾ അവസാനിപ്പിക്കും, അല്ലെങ്കിൽ അത് നിന്ന് പോവും. പിന്നെ അമ്പലമൊക്കെ തുറക്കാൻ വേണ്ടി കാത്തിരിക്കും. അതിൻ്റെ മരത്തിൻ്റെ ചുറ്റും അല്ലെങ്കിൽ നടക്കിലൊക്കെ ഇരിക്കും. അമ്പലം തുറക്കാൻ എന്തായാലും ഒരു 4:30-5 മണിയൊക്കെ ആവും. അവിടെ വന്ന് പൂജാരി വന്ന് അതെല്ലാം നട തുറന്ന് എല്ലാം വൃത്തിയാക്കി അതിന് ശേഷം വിളക്ക് വെച്ച് ഇതാക്കുമ്പോഴേക്കാണ് ഞങ്ങൾ പിന്നെ ഉള്ളിലേക്ക് കയറി ശരണം വിളിക്കുന്നതും അതായത് പിന്നെ ആ അമ്പലത്തിനോട് കുറച്ച് നേരം നമ്മൾ ഇടപഴകിയിരിക്കുന്നതൊക്കെ. വല്ലാത്തൊരു വൈബായിരുന്നത്. ഞാൻ ഒരു 28 തവണ ശബരിമലയ്ക്ക് പോയിട്ടുണ്ട്. 3 തവണ അടുപ്പിച്ചും അതിനുശേഷം ഒരു ഗ്യാപ്പ് ഇട്ട് പിന്നെ ബാക്കിയുള്ള സമയം
ബാക്കിയുള്ള ആ ഒരു ഇതും ചെയ്തു തീർത്തിട്ടുണ്ട്. 28 നേരെ മറിച്ച് 18 തവണ ഒരുമിച്ച് പോകുമായിരുന്നെങ്കിൽ തെങ്ങ് വയ്ക്കാം എന്നൊക്കെ പറയാം. മലയിൽ തെങ്ങ് വയ്ക്കാം അതിന് 18ാമത്തെ വർഷം തികയുമ്പോൾ. പക്ഷെ അതിന് പറ്റിയില്ല. 3 തവണ പോയി. അതിൽ 2 തവണ എൻ്റെ മോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. 3ാമത്തെ തവണ അവളെ കൊണ്ടുപോകാൻ പറ്റിയില്ല. അവൾക്ക് അപ്പോഴേക്ക് 9 വയസ്സ് കഴിഞ്ഞിരുന്നു. വല്ലാത്തൊരു ഒരു ഭാഗ്യം തോന്നിയിട്ടുണ്ട് ആ ഒരു കാലം. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ആദ്യത്തെ മല ഞാൻ ചവിട്ടിയിട്ടുള്ളത്. കാരണം സാമ്പത്തികം വളരെ കുറവ്, വീട്ടിൽ ദാരിദ്ര്യം, കഷ്ടപ്പാട്, പണികളില്ല, തൊഴിലുകളില്ല. ഒരുപാട് കണ്ണീര് കുടിച്ചിട്ടുണ്ട് ആ സമയത്ത്. സങ്കടപ്പെട്ടിട്ടുണ്ട്. ഭഗവാനെ വിളിച്ചാണ് അന്ന് കരച്ചിൽ. ഇന്നും പറയുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നും. അപ്പോൾ എന്താ പറയുക, ഒരുപാട് കഷ്ടപ്പെട്ടു ആദ്യത്തെ കന്നിമല ചവിട്ടാൻ വേണ്ടി. പക്ഷെ മല ചവിട്ടി കയറുമ്പോൾ എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുണ്ടായില്ല. പക്ഷെ ആ കെട്ടുനിറ വരെ ഒരുപാട് പൈസ ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. പക്ഷെ എന്താണോ എന്നറിയില്ല, കെട്ടുനിറ തീരുമാനിച്ച ആ ദിവസം അല്ലെങ്കിൽ കെട്ടുനിറയ്ക്കുന്ന ആ സമയത്ത് എവിടെ നിന്നാണ് പൈസകൾ എത്തിയെന്ന് എനിക്കിന്നും അറിയില്ല. കുടുംബങ്ങളും ബന്ധുക്കളും കൂട്ടുകാരും ഒക്കെ കൈ നിറയെ പൈസ വന്നു. ഒരുപാട് പൈസ കൊണ്ടാണ് ഞാനന്ന് പോയത്. അതിനുശേഷം പിന്നെ മോളെ കൂട്ടി 2 തവണ പോയി. പിന്നെ ഇടയിൽ നിന്നു. മോളെ കൊണ്ടുപോകാനും പറ്റിയില്ല. അവൾക്ക് 9 വയസ്സ് കഴിഞ്ഞിരുന്നു. അവൾക്ക് വലിയ ആഗ്രഹമായിരുന്നു 3 മല ചവിട്ടണമെന്ന്. പിന്നെ ചെറിയ മകനെ കൊണ്ടായിട്ടുണ്ട്, വലിയ മകൻ പോയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ വീട്ടിൽ നിന്ന് ഞാൻ തന്നെയാണ് ശബരിമലയ്ക്ക് പോയിട്ടുള്ളത്. 28 പ്രാവശ്യം പോയി എന്ന് പറഞ്ഞല്ലോ. അത് 28 പ്രാവശ്യം പോയത് ഒരു കൊല്ലത്തിൽ 4 തവണ 3 തവണ 2 തവണയൊക്കെ പോയിട്ടുണ്ട്. അല്ലാണ്ട് 28 കൊല്ലം അല്ല പോയിരിക്കുന്നത്. അതെന്താ വെച്ചാൽ കൂട്ടുകാരുടെ കൂടെയും വണ്ടി പോകുമ്പോഴും ഒക്കെ നമ്മൾ ഇങ്ങനെ വണ്ടി പോകുന്നുണ്ട് കൂടെ വരുമെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ വേഗം ഒരു ചിലപ്പോൾ 7 ദിവസം 8 ദിവസം അല്ലെങ്കിൽ 12 ദിവസം അല്ലെങ്കിൽ 14 ദിവസമൊക്കെ വ്രതം എടുത്തിട്ട് പോകുന്നു. കാരണം ആദ്യത്തെ മലയാണ് നമ്മളൊരു 41 വ്രതമെടുത്ത് പോകുന്നത്. അതിനുശേഷം പിന്നെ നമുക്ക് വ്രതം ഉണ്ടാവണം. പരമാവധി എത്രത്തോളം വ്രതം എടുത്തോ അത്രയും നല്ലതാണ്. പക്ഷേ എങ്കിൽ കൂടി വളരെ കുറച്ചുള്ള ടൈമുകളായിരിക്കാം 21 അല്ലെങ്കിൽ ചിലപ്പോൾ 18 അല്ലെങ്കിൽ 17 16 അങ്ങനെയൊക്കെ വ്രതം എടുത്തിട്ടാണ് പോയിരിക്കുന്നത്. പക്ഷേ എനിക്ക് ആദ്യത്തെ 3 തവണ പോയപ്പോഴും യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായില്ല. പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. യാതൊരുവിധ വിഷമങ്ങളും ഉണ്ടായിട്ടില്ല. ബാക്കിയുള്ള മലകളൊന്നും പിന്നെ പ്രശ്നമല്ല. കാരണം നമുക്ക് ആദ്യത്തെ 3 മല കയറുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആദ്യത്തെ കന്നി മല കയറുമ്പോഴാണ് ഏറ്റവും ഒരു പരീക്ഷണം ഉണ്ടാവുക. പരീക്ഷണം എനിക്ക് ഒരിക്കലും മല ചവിട്ടുമ്പോൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ മല ചവിട്ടുമ്പോൾ പമ്പയിൽ നിന്നുകൊണ്ട് കയറിയ ആ ഒരു കയറ്റം സന്നിധാനത്തിന് എത്തി ഭഗവാനെ ദർശിക്കുമ്പോഴാണ് ശരിക്കും ആ ഒരു നടത്തത്തിൻ്റെ ഒരു നിൽപ്പ്, ഒരു എന്താ പറയുക, നമ്മളവിടെ ഒരു വിശ്രമം ഉണ്ടായിരുന്നു. അതുവരേക്കും ഭയങ്കര സ്പീഡിൽ തന്നെയായിരുന്നു പോയിരുന്നത്. എന്തായാലും ഇന്നതെല്ലാം ഓർക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഞാൻ മലയ്ക്ക് പോയിട്ടില്ല. ഒന്നാമത് പ്രത്യേകിച്ച് അന്ന് സ്ത്രീ വിഷയങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ശബരിമലയ്ക്ക് സ്ത്രീകളെ കയറ്റണം എന്നൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ മനസ്സുടഞ്ഞു പോയി. അതിനുശേഷം പിന്നെ എന്തോ താല്പര്യം തോന്നിയില്ല. എന്നാൽ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിലുണ്ട്, അതിനൊരു സംശയമില്ല. ഞാൻ ഇന്നതും പൂജിക്കുന്നതും വിളക്ക് വയ്ക്കുന്നതൊക്കെ അവരുടെ മുന്നിൽ തന്നെയാണ്. ഞാൻ മന്ത്രം ചൊല്ലിയിട്ട് തന്നെയാണ് അത് വിളക്കൊക്കെ വയ്ക്കാറുള്ളത്. ഞാൻ പൂജ അതായത് രാവിലെ വിളക്ക് വയ്ക്കുമ്പോൾ ചൊല്ലുന്ന കുറച്ച് മന്ത്രങ്ങളുണ്ട്. ഗജാനനം ഭൂതഗണാതിസേവിതം കപിതജംബൂ ഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി പാദപങ്കജം. ശിവം ശിവകരം ശാന്തം ശിവാൽപ്പനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്തമീ സദാശിവം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ മഹാബാഹു ശാസ്ത്രേ ദുഃഖിം നമോ നമഃ. ഈ ഒരു 3 മന്ത്രം പ്രധാനമായിട്ട് ഞാൻ ചൊല്ലും. പിന്നെയുണ്ട് ഏകദന്തം മഹാകായം സപ്തകാഞ്ചൻ സന്നിപം ലംബോദരം വിശാലക്ഷം വന്ദേഹം ഗണദായകം. ഇങ്ങനെ കുറേ മന്ത്രങ്ങളുണ്ട്. അത് ഇന്നിപ്പോൾ മണ്ഡലമാസ ആരംഭ ദിനമായി. ശരിക്കും മാലയിടാനുള്ളൊരു ത്വരയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. എന്തായാലും ഈ തവണ ശബരിമലയ്ക്ക് പോകണം എന്നൊരാഗ്രഹമുണ്ട്. എനിക്കൊരു പ്രാർത്ഥനയുണ്ട്. തീർച്ചയായിട്ടും പോകാൻ, അവിടെ എത്തിക്കാൻ ഭഗവാൻ സഹായിക്കട്ടെ എന്നൊരു പ്രാർത്ഥന മാത്രമുള്ളത്. എന്തായാലും ഇന്ന് മാലയിട്ട എല്ലാ അയ്യപ്പ ഭക്തർക്കും, എൻ്റെ എല്ലാ അയ്യപ്പന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഭഗവാന്റെ കടാക്ഷത്തോടെ, ഭഗവാന്റെ അനുഗ്രഹത്തോടെ നിങ്ങൾക്ക് ഏവർക്കും ഒരു കഷ്ടപ്പാടുമില്ലാതെ ആ കരിമല ചവിട്ടാനും അയ്യനെ ദർശിക്കാനും ആ അനുഗ്രഹം വാങ്ങാനും കഴിയട്ടെ എന്ന് സർവേശ്വരനോട് തന്നെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും എനിക്ക് ഭഗവാനെക്കുറിച്ച് പറയുമ്പോൾ കണ്ണു നിറഞ്ഞു പോകും. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണ കാലഘട്ടങ്ങളിലൊക്കെ അയ്യപ്പൻ തുണയായിട്ടുണ്ട്. എൻ്റെ ഏറ്റവും ഇഷ്ട ദൈവം ഉണ്ടായിരുന്നത് അയ്യപ്പൻ തന്നെയായിരുന്നു. അതിനുശേഷം ഞാൻ ഈ മോക്ഷത്തൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ ഭഗവാനോട്, മഹാദേവനോടൊരു ഇഷ്ടം തോന്നി. കൂടുതൽ അദ്ദേഹത്തോട് അടുത്തു. പക്ഷേ അപ്പോഴും അയ്യപ്പൻ ഇവിടെയുണ്ട്. എന്തായാലും
എല്ലാവർക്കും ദൈവം അനുഗ്രഹം നൽകട്ടെ, അഭയം നൽകട്ടെ, ആശ്രയം നൽകട്ടെ, സന്തോഷങ്ങളും നന്മകളും നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുകയാണ്. ഞാനിന്നൊരു പാട്ട് എഴുതിയിട്ടുണ്ടായി അതിനെക്കുറിച്ചിട്ട്. എന്തായാലും ആ പാട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. നിങ്ങളത് കാണണം, തീർച്ചയായിട്ടും കേൾക്കണം, തീർച്ചയായിട്ടും എന്നെ അനുഗ്രഹിക്കണം. അതിലെന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ എനിക്ക് വാച്ച് അവർ വളരെ കമ്മിയാണ്. അതൊന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ നിങ്ങളെല്ലാവരെയും സഹായങ്ങൾ ഉണ്ടാവണം. നിങ്ങളിൽ ഒരാളായി, നിങ്ങളുടെ കൂടപ്പിറപ്പായി, നിങ്ങളുടെ ചങ്ക് സുഹൃത്തായിട്ട് എന്നെ കാണണം. ഞാൻ അത്ര ഉള്ളവനൊന്നുമല്ല, ദരിദ്രനാണ്, കഷ്ടപ്പാടുള്ളവനാണ്. ഇപ്പോൾ എനിക്ക് പണി പോലും ഇല്ല, തൊഴിലൊന്നുമില്ല. ഇപ്പോൾ ഈ പാട്ടൊക്കെ പാടിയിട്ട് കിട്ടുന്ന, അല്ലെങ്കിൽ വല്ല സ്റ്റേജ് പരിപാടി ഒക്കെ ചെറിയ കിട്ടുന്ന പൈസ കൊണ്ടാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. ഒരിക്കലും ദാരിദ്ര്യം പറയാനും കഷ്ടപ്പാട് പറയാനും ആരും പൈസ തന്ന് സഹായിക്കാൻ വേണ്ടിയിട്ടല്ല. പക്ഷേ എൻ്റെ ഈ ചാനൽ, ഫേസ്ബുക്ക് നരൻ പുലാപ്പറ്റ എന്നുള്ള പേജുണ്ട്, അതും യൂട്യൂബ് ചാനലായ നരൻ പുലാപ്പറ്റ എന്നുള്ള ഈ ഒരു ചാനലും നിങ്ങൾ ഉയർത്തിത്തരണം. അതിലൂടെ കിട്ടും വരുമാനം, എനിക്ക് ഉറപ്പുണ്ട്. നല്ല രീതിയിൽ എനിക്ക് പാടാൻ കഴിവുണ്ട്, എഴുതാൻ കഴിവുണ്ട്, അഭിനയിക്കാനും എല്ലാറ്റിനും കഴിവുള്ളൊരു ആൾ തന്നെയാണ്. ദൈവങ്ങളുടെ അനുഗ്രഹം കൊണ്ട് മാത്രം, അവർ തരുന്ന അനുഗ്രഹം മാത്രമാണ് എൻ്റെ കഴിവ്, അല്ലാണ്ട് മറ്റൊന്നുമില്ല. കൂടപ്പിറപ്പ് പോലെ കൂടെ കൂട്ടണം, സഹായിക്കണം. എല്ലാവർക്കും നല്ലൊരു മണ്ഡലകാലാശംസ നേരുകയാണ്. ഭഗവാന്റെ കൃപ, ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ. അയ്യപ്പൻ്റെ അടുത്തേക്ക് ഇത്തവണ എനിക്കും പോവാൻ അനുഗ്രഹിക്കട്ടെ ഭഗവാൻ. ആ ഒരു ദർശനം കിട്ടാൻ ഭഗവാൻ കൂട്ടുണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.